മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കാൻ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയാണ് നിർദ്ദേശം നൽകിയത്. വിരമിച്ച ശേഷം ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുള്ള കാർ യാത്രയിലാണ് നടപടി. വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നു? സ്വപ്ന, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ടോമിൻ തച്ചങ്കരി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഔദ്യോഗിക ചിഹ്നം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തച്ചങ്കരി വിരമിച്ച ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 വർഷക്കാലവും അദ്ദേഹം ഇത്തരത്തിൽ തന്റെ വാഹനത്തിൽ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്തത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെയും ഇതിനു മുമ്പ് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവം, ഈ കോടതി വളപ്പിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. അവർ ദൃശ്യങ്ങൾ എടുക്കുകയും നിയമലംഘനം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഈ വാഹനത്തിലെ ആ ഔദ്യോഗിക ചിഹ്നം മാറ്റുന്നതിനും ഒപ്പം തന്നെ വാഹനവും അവിടെ നിന്ന് മാറ്റുന്ന ശ്രമങ്ങളൊക്കെ തന്നെ വളരെ വേഗം നടത്തുന്നതും ദൃശ്യങ്ങളിൽ ഒക്കെ തന്നെ അന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും അതിന് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കോട്ടയം SP ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DGP എന്നുള്ളതാണ്. 3 വർഷം മുമ്പ് അദ്ദേഹം DGP പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വിരമിച്ച 3 വർഷവും അദ്ദേഹം ഇത്തരത്തിൽ തന്നെ ഈ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്തു എന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം ആ സേവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ, അത് പോലീസിന്റെ ഔദ്യോഗിക പാറ്റേണിലുള്ള നമ്പർ തന്നെയാണ്. അപ്പോൾ ആ നമ്പരും അദ്ദേഹം തിരികെ നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ളൊരു വിമർശനവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അല്ലെങ്കിൽ ആ വിഷയവും ഒരുപക്ഷെ ഇതിന്റെ പരിധിയിൽ ഈ വിഷയത്തിന്റെ തന്നെ അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്വപ്ന.